ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അതിൽ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി കണ്ടിട്ട് നമ്മൾ കുറച്ച് കോഴികൾക്കുള്ള തീറ്റയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ബാക്കി വീഡിയോ ആട്ടോ ഇത് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ അത്യാവശ്യം വെന്ത് നല്ല ഇലയൊക്കെ നല്ലതുപോലെ ഈ ഒരു ചോറ് അരിന്റെയും ഗോതമ്പത്തിൻ്റെ ഒക്കെ അപ്പുറം നല്ലതുപോലെ വെന്ത് നല്ലതുപോലെ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് കോഴികൾക്ക് കൊടുക്കണം. അപ്പൊ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് കണ്ടില്ലേ, നല്ലതുപോലെ ഞാൻ കയ്യിലെടുത്ത് കാണിച്ചത്. ഇത് കണ്ടോ, ഒരു വെള്ളത്തിന്റെ ഒരു അംശം ഇല്ലാണ്ട് ഇതാക്കുന്ന നല്ല വെള്ളമൊക്കെ വറ്റിയതായിട്ടോ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ കോഴികൾക്ക് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലതുപോലെ ഒരു ഇലേന്റെ ഒരു അംശം പോലും ഇല്ലാതെ കോഴികളെല്ലാം കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മീനിന്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതാക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ പിന്നേക്ക് വെച്ച് നിൽക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും ഈ ഒരു വേസ്റ്റും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അന്നപ്പോ കുറച്ച് വെള്ളമൊക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വെള്ളമൊക്കെ വറ്റി കേട്ടോ. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് തവിടാട്ടോ, നല്ല പൊടിയാ. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലോണം തവിടൊക്കെ ഇതിലേക്ക് പിടിച്ചോളൂ കേട്ടോ. വെള്ളമൊന്നും നമ്മളെ സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ലേ. അപ്പൊ എന്തായാലും ഇത് അടിപൊളി തീറ്റയാട്ടോ. ഞാൻ ഇതിങ്ങനെ ഇല വേവിച്ച് ഞാൻ ആദ്യമായിട്ടാട്ടോ കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ കമന്റ്സ് ഒക്കെ കുറച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. അപ്പൊ ഇതേപോലെയൊക്കെ തീറ്റയൊക്കെ നിങ്ങളും ഉണ്ടാക്കി കൊടുക്കട്ടോ. ഇതിപ്പോ തവിടും മീനിന്റെ വേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെ അരിയും ഗോതമ്പൊക്കെ ഒരു ദിവസം കുതിർത്തിട്ട് വേവിച്ച് നമ്മൾ പപ്പായയുടെ ഇലേന്റെ ഒപ്പം ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണിയും കുറഞ്ഞു കിട്ടും കേട്ടോ. അതേപോലെ ഗോതമ്പും അരിയൊക്കെ വെറുതെ ഇങ്ങനെ കൊടുക്കുന്നതിൽ ദഹനക്കേടൊക്കെ വരുന്നതിനൊക്കെ എന്തായാലും നല്ലതാട്ടോ. ഇതേപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് ഒന്ന് കുതിർത്തിട്ട് വേവിച്ചൊക്കെ കൊടുക്കുന്നത്. പിന്നെ ഇതിപ്പോ കുറച്ച് കോഴി ഉണ്ടല്ലോ, ഇതിപ്പോ എല്ലാവർക്കും സംശയം കാണാം നെയ്യ് കെട്ടോ ഇല്ലേന്നൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും കുറച്ച് കോഴിയല്ലോ, കുറച്ച് കോഴി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം കോഴി ഉള്ളത് കൊണ്ട് തന്നെ ഇവരിത് പെട്ടെന്ന് കഴിച്ച് തീർക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഈ നെയ്കെട്ടെന്നൊക്കെ പേടിയുള്ളവരൊക്കെ ആണെങ്കിൽ തവിടൊക്കെ കൊടുക്കാം, തവിടൊക്കെ ചേർത്ത് കൊടുക്കുന്നല്ല കേട്ടോ, നെല്ലിന്റെ തവിടൊക്കെ. ഇതിന്റെ തീറ്റേന്റെ ചൂടൊക്കെ ആയി വരുമ്പോ തന്നെ വൈകുന്നേരമായിട്ടോ സമയം. പിന്നെ വൈകുന്നേരം കൊടുക്കാന്ന് വെച്ചാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്തായാലും ഒരു തിരക്കാണല്ലോ നമ്മളെ കോഴികളൊക്കെ. ബ്രഹ്മക്കുഞ്ഞുങ്ങളൊക്കെ വലന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിട്ടോ. ഇതിപ്പോ എന്റെ താല്പര്യപ്രകാരം കേട്ടോ. നമ്മള് ഇവര് കൂട്ടിൻ എന്താ പറയാ വലന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഇവര് ആ വലന്റെ ഉള്ളിൽ തന്നെ അവര് ശീലമായിട്ടോ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചു നേരമൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കാനോ വിചാരിച്ചാൽ ഇവര് വലന്റെ ഉള്ളിൽ നിന്ന് എവിടെയും വരൂല കേട്ടോ. ഇപ്പൊ മെല്ലെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്ടാട്ടോ. തീറ്റ ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ആ ചൂടൊന്ന് തണിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അന്നപ്പോ കാത്തുന്നത്. അപ്പൊ എന്തായാലും നല്ലതുപോലെ നമ്മളെ കോഴികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ 2 കോഴികൾ അടയിരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം ആ കോഴിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ മണ്ണൊക്കെ നിറച്ചില്ലെങ്കിൽ പിന്നെ രാവിലെ വെക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇതാക്കുന്ന മണ്ണ് നിറച്ച് വെച്ചാൽ പിന്നെ രാത്രിയാണെങ്കിൽ നമുക്ക് അകത്തേക്ക് വെക്കാമല്ലോ. ഇത് ഞാൻ വീടിൻ്റെ ആ ഒരു അകത്തെ റൂമിൻ്റെ സാധാ വെക്കുന്ന ആ ഒരു മൂലയിൽ തന്നെയാട്ടോ വെക്കുന്നത്. പിന്നെ ഇതേപോലെ നമ്മൾ 2 കോഴികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കോഴിനെ കിടക്കുന്ന കൂടിൻ്റെ മുകളിലാട്ടുള്ളത്. അപ്പോൾ ഞാൻ പേപ്പർ വിരിച്ചു, അതിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടായിട്ട് പേപ്പർ വിരിച്ചിട്ട് മണ്ണിട്ടാട്ടോ. പിന്നെ ഞാൻ ഇതേപോലെ മണ്ണ് തന്നെയാട്ടോ നമ്മൾ അട വെക്കാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഈ തള്ളക്കോഴികളൊക്കെ പുറത്തേക്ക് ഇറങ്ങാതെ അതിൽ തന്നെ കാഷ്ടിച്ചിടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഈ എന്താ പറയുക, ഈ എനിക്കിഷ്ടം വൈക്കോല് അതേപോലെ പുല്ലൊക്കെ ഉണക്കി വെക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വെക്കുമ്പം ഈ കാഷ്ടം ഇടുന്ന സമയത്ത് എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അട ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന വേണ്ടിയിട്ട് ഏകദേശം എല്ലാ കോഴികളും ഇതിൽ തന്നെയാട്ടോ വന്ന് മുട്ടയിടുന്നത്. 2, 4, 6, 8 മുട്ടയാട്ടോ. അതൊന്ന് ഇട്ട മുട്ടയാട്ടോ.
അപ്പോൾ എന്തായാലും ഈ ഒരു കോഴിമുട്ട ഞാൻ ഒഴിവാക്കിയിട്ട് വേറെ നമ്മൾ എടുത്തു വെച്ച കോഴിമുട്ട വെച്ചെടുക്കും കേട്ടോ. നല്ലതുപോലെ പൊത്തായി വരുന്നത്. ചിലപ്പോൾ അകത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ കിടക്കാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കോഴികൾ നമ്മൾ അകത്തേ കൊണ്ട് വെക്കുമ്പോൾ 2 ദിവസം നല്ലതുപോലെ അടച്ചൊക്കെ വെച്ചിട്ട് അതിൽ കിടക്കുകയാണെങ്കിൽ അവിടെ കിടന്നു. സാധാരണ ഈ ഒരു സൈഡിലാട്ടോ കോഴി മുട്ട ഇട്ടേക്കൽ. ഇപ്പം എന്താ അറിയില്ല, എല്ലാ കോഴികളും ആ ഒരു ഇതിൽ തന്നെയാട്ടോ കോഴിമുട്ട ഇടാൻ കയറുന്നത്, ആ ഒരു ഭാഗത്ത് തന്നെയാട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആക്കി ഇവിടെ ഒരു ഇരുട് പോലെയൊക്കെ ആക്കി കഴിഞ്ഞാൽ കോഴികൾ മുട്ടയിടും. അങ്ങനെ നമ്മൾ കോഴിമുട്ടയൊക്കെ ഇതാക്കുന്ന കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ള കോഴിമുട്ട മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കോഴിമുട്ടയായിട്ടത്. ഇത് എല്ലാ കോഴിമുട്ടയും കാൻഡിൽ ടെസ്റ്റ് ചെയ്ത കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കാൻഡിൽ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സാധാരണ ഞാൻ നമ്മളിപ്പോൾ കുറച്ചായി നമ്മൾ കോഴിനൊക്കെ വളർത്തി തുടങ്ങുന്നത്. പക്ഷെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പവും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കൂടി അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും ഞാൻ 11 കോഴിമുട്ട വീതാട്ടെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മൾ 2 തള്ളക്കോഴിക്കും 11 മുട്ട വീതാട്ട എന്താ പറയാ അടവെക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ള കോഴിമുട്ട റോൾസ് ഇല്ലാത്തത്, അതേപോലെ ഒരു ലൈറ്റ് അധികം വെളിച്ചം കൂടിയ കോഴിമുട്ടയൊക്കെ ആട്ടെ, വിരിയാൻ ചാൻസ് കുറവുള്ള കോഴിമുട്ടയൊക്കെ ആട്ടെ ഞാൻ ഏകദേശമൊക്കെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഇനിയിപ്പോ അടുത്ത ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ ഏകദേശം എന്താ പറയാ ഡേറ്റ് ഒക്കെ കുറച്ച് കഴിയും. അപ്പൊ പഴക്കം ചെയ്യാത്ത മുട്ട വേണമല്ലോ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാക്കുന്ന ബാക്കിയുള്ള കോഴിമുട്ടയൊക്കെ മാറ്റി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇതാക്കുന്ന 11 കോഴിമുട്ട നമ്മുടെ ഈ ഒരു കോഴിക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. മറ്റേ കോഴിക്കും ഞാൻ അതേപോലെ തന്നെ കേട്ടോ വെച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സാധാ നമ്മുടെ അകത്തൊരു സൈഡ് ഭാഗത്തായിട്ടാട്ടോ ഇവരെ വെക്കുന്നത് തന്നെ. പിന്നെ ഇവള് എന്താ പറയാ അവിടെ കിടന്ന് ഒരു ശീലമായിട്ടുണ്ട്. ഇവിടെ വന്ന് കേട്ടോ മുട്ടയിടുന്നത്. പിന്നെ നമ്മൾ വേറൊരു കോഴിയുള്ളത് അതിന് ഇനി ഇതിലേക്ക് അടവെച്ചിട്ട് മൂടി വെക്കണം. 2-3 ദിവസം മൂടി വെച്ചാൽ അവിടെ കിടന്നങ്ങ് സെറ്റ് ആയിക്കോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഈ ഒരു ചൂടത്ത് എന്തായാലും അടവെക്കുന്ന സമയത്ത് ഞാനിപ്പോ ഒന്നും ഇട്ട് കൊടുത്തില്ല. എന്തായാലും ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും അതേപോലെ പുകല എൻ്റെ അടുത്തില്ല കേട്ടോ. പുകല പൊടിച്ചതുണ്ടായിരുന്നു, അത് തീർന്നു പോയതാട്ടോ. ഇപ്പൊ ഞാൻ പോറോൺ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നാട്ടോ, ഒരു കോഴികളുടെ കോഴിപ്പേനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അപ്പൊ അതാട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് അവരെ ചിറകിന്റെ അടിയിലും അതേപോലെ തലന്റെ ഒരു ഭാഗത്തൊക്കെ കുറച്ചൊന്ന് ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കോഴിപ്പേൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇതാക്കുന്ന ഈ ഒരു പാത്രം വേറെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളെ കോഴികൾ മുട്ടയിടാൻ കയറുന്ന ഒരു ഭാഗാട്ടോ. അപ്പൊ അതുകൊണ്ട് അട വെക്കുന്ന കോഴികളെ വേറെയും ഈ ഒരു പെട്ടി വേറെ ആക്കി വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും ഇവള് കുറച്ചൊരു മടി കാണിച്ച് കിടക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ എന്നെ കൂട്ടിന്റെ മേലേന്ന് പിടിച്ചോണ്ടെന്നല്ലേ എന്നാ വിചാരിക്കുന്നത് കേട്ടോ. എന്താ വെച്ചാല് അവര് സ്ഥിരം അവിടെ മുട്ടയിടുന്നതുകൊണ്ട് അവിടെ തന്നെയാട്ടോ അടി ഇരിക്കാൻ നോക്കുന്നത്. അപ്പൊ എന്തായാലും ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് സെറ്റ് ആയി വരണം, ആ സ്ഥലമൊക്കെ ആയിട്ട് ഒന്ന് പരിചയമായിട്ട് വരണം. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ ഒന്നും മറന്നു പോയത്. പിന്നെ പുതുതായിട്ട് ചാനൽ ആരെയും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.